ഇങ്ങനെയുള്ള എൻ്റെ മുടി അങ്ങനെ ഇത്രയും ലെങ്ത് വെച്ചെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ സ്കിപ്പ് അടിക്കാതെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഹോം മെയ്ഡ് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ ഹെയർ കെയർ റൂട്ടീനിൽ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ്. തികച്ചും പ്രകൃതിദത്തമായ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതായത് നമ്മൾ അടുക്കളയിൽ പെട്ടെന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ ഈ വീഡിയോ കാണുക. എൻ്റെ മുടി നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ടെന്ന്. അത്യാവശ്യം നല്ല ലെങ്ത്തും അതുപോലെ തന്നെ തിക്കായിട്ടും വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഷോർട്ട് ഹെയർ ആക്കിയതാണ്. എൻ്റെ മുടി ഭയങ്കരമായിട്ട് നീളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഓയിലാണിത്. പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ഓയിൽ തേച്ചത് കൊണ്ട് മാത്രം നമ്മളെ മുടി വളരുന്നില്ല. അതിനുള്ള പ്രോപ്പറായിട്ടുള്ള നമ്മൾ ഹെയർ കെയറും കൂടി ചെയ്താലാണ്, മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് അതിനുള്ള ഒരു നമ്മൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ പെട്ട ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. തുടർന്നുള്ള മാസ്കും അതുപോലെ തന്നെ നമ്മുടെ ടോണറും സിറമൊക്കെ ഉണ്ടാക്കണത് ഞാൻ പിന്നീട് കാണിക്കാം. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ അത്. ഇത് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മാത്രം കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. അങ്ങനെ ഇതാ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. നല്ലോണം ചൂടാവാൻ നിന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായപ്പോൾ തന്നെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടുന്ന സമയത്ത് ഓരോ ഇൻഗ്രീഡിയൻസും എണ്ണയിൽ ചേർക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് തീ കുറച്ച് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതാ ജസ്റ്റ് കരിവേപ്പിലയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഞാനിതിലേക്ക് പിന്നെ ചേർക്കുന്നത് നമ്മളെ മുരിങ്ങയിലേൻ്റെ ഈ ഒരു തൂമ്പ് കേട്ടോ. ഞാൻ മുരിങ്ങയിലേൻ്റെ ഒക്കെ ഹെയർ മാസ്ക് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഇത് ചേർക്കുകയാണ്. പിന്നെ ടോട്ടൽ ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉലുവ, കരിഞ്ജീരകം, അതുപോലെ തന്നെ ഉള്ളി. ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഉള്ളിയാണ്. നമുക്ക് ചെറിയ ഉള്ളി കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ സാധാ വലിയ ഉള്ളി സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി അതായത് നമ്മളെ ചുമന്നുള്ളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ അതാ കറ്റാർവാഴ, ഇത് നമ്മളെ വീട്ടിലുണ്ടായതാട്ടോ. അത്യാവശ്യം നല്ലോണം നമ്മളെ കറ്റാർവാഴ നമ്മളെ വീട്ടിലുണ്ട്. അപ്പോൾ അതാ ഞാൻ സാധാരണ ഈ ജെല്ല് എടുത്തിട്ട് ഇങ്ങനെ തലയിൽ തേക്കാറുണ്ട്. ഇപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മൊത്തം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷവും എണ്ണയിലേക്ക് ഇടാട്ടോ. ഞാനിപ്പോൾ അതാ ഇങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതാ ജസ്റ്റ് എല്ലതും ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉലുവ, കരിഞ്ജീരകം, അതുപോലെ റോസ്മേരി, പിന്നെ നമ്മളെ കറുവപ്പട്ട ഉണ്ടല്ലോ അതിൻ്റെ പൂവ് കേട്ടോ. അത് നല്ലതാണ്. അതിൻ്റെ ഒരു ടോണർ നമ്മൾ ഫേസിലൊക്കെ യൂസ് ചെയ്യുന്നതും ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ ആക്നെസും പിമ്പിൾസിനൊക്കെ നല്ലതാണ്. അപ്പോൾ ടോട്ടൽ ഞാൻ ഉലുവ, കരിഞ്ജീരകം, റോസ്മേരി, പിന്നെ ഈ ഒരു കറുവപ്പട്ടൻ്റെ പൂവ്, അലോവേര, കറിവേപ്പില, ഉള്ളിയൊക്കെയാണ് ഇട്ടത്. പിന്നെ നമുക്ക് ചെമ്പരത്തി, തുളസി ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ സാധാരണ ഇതാണ് ഇടല്. അതൊക്കെ നല്ല നമ്മളെ ഹെയറിന് നല്ലതാണ്. അതുപോലെ മുടി ചെറിയ ബേബി ഹെയർസ് വരാനും നമ്മളെ മുടീൻ്റെ അറ്റം പൊട്ടുന്നതിനൊക്കെ നല്ലതാണ്. മെയിനായിട്ട് ഞാൻ കുറച്ചധികം എടുത്തിട്ടുള്ളത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ജെല്ല് തലയിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. പിന്നെ റോസ്മേരി നിങ്ങൾക്ക് അറിയാമല്ലോ നല്ലതാണ് കേട്ടോ. പുതിയ കുഞ്ഞു ബേബി ഹെയർസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ ഏകദേശം എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം നല്ലോണം തീ കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ മാത്രമേ നമുക്കൊന്ന് വാങ്ങി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇൻഗ്രീഡിയൻസ് ചിലത് ആർക്കെങ്കിലും പറ്റാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് നെല്ലിക്ക ഒക്കെ ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ സാധാരണ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ അതൊരു ബ്രൗൺ കളറായപ്പോൾ ഞാൻ എന്ത് ചെയ്ത് തീ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളറായിട്ടുണ്ട്. അതുപോലെ അലോവേരേൻ്റെ ഉള്ളിലത്തെ ആ ജെല്ലൊക്കെ കുറച്ച് ഈ ഒരു എണ്ണയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളെ സവാളയാണ് അതിൽ ജസ്റ്റ് ഒരു കളറ് മാറിയിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്താ കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ ചൂടാറിയിട്ടുണ്ട്. അപ്പം തന്നെ അതിൽ ആ ഒരു ചൂടിൽ കിടന്നിട്ട് ഒന്നും കൂടി കുറച്ചും കൂടി ഡാർക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ റോസ്മേരി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ എണ്ണക്കൊക്കെ ഭയങ്കര നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. റോസ്മേരി ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഞാൻ ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ശേഷം ഞാനൊരു ബൗളിലേക്കാണ് ആദ്യം ആക്കുന്നത്. എന്നിട്ട് ബോട്ടിലാക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ അരിപ്പൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം എന്നില്ല. അപ്പം ഇങ്ങനെ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുകയെന്നുണ്ടെങ്കിൽ അതിലുള്ള എണ്ണ മുഴുവൻ എന്ത് ചെയ്യും നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ പിഴിഞ്ഞെടുക്കുകയെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ എണ്ണ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും എണ്ണയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ ബാക്കി വരുന്ന
ഈ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ഈ ഒരു ചണ്ടി ഉണ്ടല്ലോ, അപ്പം നമ്മൾ ഉലുവയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് തലയിൽ അതൊരു മാസ്ക് ആയിട്ടും ഇടാറുണ്ട് ട്ടോ. അപ്പോൾ ഇത്രയും എണ്ണയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ട്ടോ. നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ദാ കുറച്ച് അതിങ്ങനെ കാച്ചിരുമ്പോൾ വറ്റി പോകുമല്ലോ. അപ്പോൾ ദാ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ നോർമൽ ബോട്ടിലോ സൂക്ഷിച്ച് വെക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കേടാവൊന്നുമില്ല. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഹെയർ ഓയിൽ തന്നെയാണ്. അതുപോലെ നല്ല ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിട്ട് ഓരോന്നും മുടി വളർച്ചയ്ക്കും അതുപോലെ നമ്മളെ താരനും അതുപോലെ നമ്മളെ മുടിയുടെ തുമ്പം പൊട്ടുകയൊക്കെ ഉണ്ടല്ലോ, ആ പ്രശ്നത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് കമൻ്റ് ആയിട്ട് അറിയിക്കുക. കാരണം എന്താ വെച്ചാൽ എന്തായാലും നമുക്ക് റിസൾട്ട് ഉണ്ടാകും. അത്രയ്ക്ക് നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചാനൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്